അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കണം. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് നല്ലൊരു ഇമേജ് ജനറേറ്റ് ചെയ്യണം. അതിനിപ്പോൾ നമുക്ക് നല്ലൊരു പ്രോംപ്റ്റ് തയ്യാറാക്കണം. അതിനാദ്യം നമ്മൾ എടുക്കേണ്ടത് ChatGPT ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്കാണെങ്കിൽ എന്താണോ നമ്മുടെ ഐഡിയയിലുള്ള ഇമേജ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ഇമേജ് ഇവിടെ സൈഡിൽ കൊടുത്തേക്കുന്ന കണ്ടില്ലേ, ഇതേപോലെ റൊണാൾഡോ ഒരു റെയിൻ കോട്ട് ഇട്ട് ഒരു ചുമല സ്കൂട്ടറെ പോകുന്നു. അതാണ് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രോംപ്റ്റ് തയ്യാറാക്കി തരും. മാക്സിമം ആണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുക, എങ്കിലേ നല്ലൊരു പ്രോംപ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്യുകയാണ്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന ടൂളാണ് അടുത്തത്, ഡ്രീമിന AI. അത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്കിവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് VPN കണക്ട് ചെയ്യണം. നിങ്ങൾ VPN ഓൺ ചെയ്തിട്ട് അത് സിംഗപ്പൂർ ലൊക്കേഷൻ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ വെബ്സൈറ്റിലോട്ട് പോയിട്ട് ആദ്യത്തെ ലിങ്ക് ആ ഡ്രീമിന എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഇവിടെ സൈൻ ഇൻ എന്നുള്ളതുണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ പുതിയൊരു പേജ് വരും. അതിനകത്ത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് സൈൻ ഇൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ സൈനപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ഇതിനകത്തുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്ന് കൊടുത്തിട്ട് താഴെയുള്ള സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇമെയിൽ വെച്ച് കയറിയാൽ മതി. ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഇമെയിലും പാസ്വേഡും അടിച്ച് ദെൻ കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേനും ഇത് ലോഡ് ആകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡ്രീമിനയുടെ വെബ്സൈറ്റിലോട്ട് ചെന്നിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം കാണുന്ന ഇമേജ് ജനറേറ്റർ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്താണ് ഇപ്പോൾ ഞാൻ എൻ്റെ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കാണെങ്കിൽ 800 ക്യാരക്ടേഴ്സ് മാത്രമേ മാക്സിമം ലിമിറ്റുള്ളൂ. അത് ശ്രദ്ധിച്ച് വേണം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതനുസരിച്ചുള്ള പ്രോംപ്റ്റ് മാത്രം തയ്യാറാക്കുക. ഇതിനകത്ത് ഇപ്പം വരുന്ന ഏതൊക്കെ മോഡലാണെന്നുള്ളതാണ്. ഇതിനകത്ത് ആദ്യം കിടക്കുന്ന ആ 3 എന്നുള്ളത് മാത്രമാണ് നല്ലത്, ക്വാളിറ്റി കൂടുതലുള്ളത്. അത് സെലക്ട് ചെയ്യുക. പിന്നെ താഴോട്ട് വരുമ്പോൾ റെസൊല്യൂഷൻ എന്നുള്ളതാണ്. അതിനകത്ത് നമ്മളാണെങ്കിൽ സ്റ്റാൻഡേർഡ് തന്നെ ആദ്യം കൊടുത്താൽ മതി. അത് പിന്നീട് നമുക്ക് ആ ഇമേജ് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ റേഷ്യോ 9:16 തന്നെ കൊടുക്കുക. ഈ 2K എന്നുള്ളത് അതിപ്പം കൊടുക്കണ്ട, അത് നമുക്ക് ആകെ ഒരു ഫ്രീ ട്രയൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളിപ്പം ജനറേറ്റ് ചെയ്യുന്ന ഏത് ഇമേജ് ആണെങ്കിലും നമുക്ക് പിന്നീട് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. പിന്നാണ് ഈ റേഷ്യോ 9:16 തന്നെ കൊടുത്തുകൊണ്ട് ഷോർട്സിന് ഇടാൻ പറ്റുന്ന റേഷ്യോ ആയിട്ട്. പിന്നെ നമുക്കുള്ള ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ 3 ക്രെഡിറ്റ് പോകും. നമുക്ക് ഒരു ദിവസം 150 ക്രെഡിറ്റ് വെച്ചാണ് കിട്ടുന്നത്. ആ ഒരു ദിവസം നമുക്ക് 150 ക്രെഡിറ്റ് കാണും. ഇപ്പം ഞാൻ ജനറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 4 ഇമേജ് വെച്ചാണ് ജനറേറ്റ് ആവുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ 4 ഇമേജ് ഇതാണ്. അത് വന്നേക്കുന്ന ആദ്യത്തെ നോക്കാം. നിങ്ങൾ ഫസ്റ്റ് കണ്ട ഇമേജ് ഇതാണ്. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ക്ലോസ് ആ ഒരു ആംഗിളിൽ നിന്നാണ് ഇത് എടുത്തേക്കുന്നത്. ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഫേസ് ആണെങ്കിലും കറക്റ്റാണ്. ബാക്കിയുള്ള ഇമേജ് നോക്കിയിട്ടുണ്ട്, അതിനകത്താണെങ്കിലും ഫേസ് കറക്റ്റാണ്. പക്ഷേ വേറെ ആംഗിളിൽ നിന്നാണെന്ന് മാത്രമാണ് വ്യത്യാസം. പിന്നെ ഈ പ്രോംപ്റ്റ് അനുസരിച്ചുള്ള കറക്റ്റ് ഒരു ഇമേജ് തന്നെ നമുക്ക് ജനറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച് എടുക്കുക നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് HD അപ്സ്കെയിൽ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേനെ വീണ്ടും നമ്മുടെ ഇമേജ് അപ്സ്കെയിലായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ് അപ്സ്കെയിലായിട്ട് കിട്ടിയത്. ഇതിപ്പോൾ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇനി ജനറേറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ഈ ഇമേജ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ മേളിലുള്ള ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കാണെങ്കിൽ റിമൂവ് വാട്ടർമാർക്ക് എന്നുള്ളത് കാണിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. തൽക്കാലം നമുക്ക് വാട്ടർമാർക്കോടെ ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി ഈ ഇമേജ്. ഇനി നമ്മൾ ChatGPT ഓപ്പൺ ചെയ്തിട്ട് ഈ ഇമേജ് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പ്രോംപ്റ്റ് വേണം ഈ ഇമേജിനെ ഇനി ആനിമേറ്റ് ചെയ്യാനുള്ള വീഡിയോ ആക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പം കൊടുത്തേക്കുന്ന പോലെ തന്നെ നിങ്ങളും കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന എന്താ ആനിമേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ 500 ക്യാരക്ടേഴ്സ് മാത്രമേ മാക്സിമം ലിമിറ്റുള്ളൂ. അതനുസരിച്ചുള്ള പ്രോംപ്റ്റ് തയ്യാറാക്കുക. ഇനി നമ്മൾ ഈ പ്രോംപ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുവാണ്. ഞാനിപ്പം കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഡ്രീമിനയിലോട്ട് പോയിട്ട് അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട ജനറേറ്റ് വീഡിയോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മൾ വീഡിയോ ജനറേഷൻ്റെ സെക്ഷനിലോട്ട് പോകും. ഇനി നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് വന്നിരുന്ന ആ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി താഴോട്ട് വരുമ്പോഴത്തേന് നമുക്ക് മോഡൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ മാറ്റാനില്ല. ആ 3 എന്നുള്ളത് തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 5 സെക്കൻഡ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എങ്കിലേ നമുക്ക് ഈ ഇത്രയും ക്രെഡിറ്റ് വെച്ച് നമുക്ക് 2 വീഡിയോയിൽ ഒരു ദിവസം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനൊക്കെ കാണാം
ഈ ഡീഫോൾട്ട് എന്നുള്ള റേഷ്യോ അത് അതേപോലെ തന്നെ കിടക്കട്ടെ. നമുക്കാണെങ്കിൽ ജനറേഷൻ്റെ അവിടെ ജനറേറ്റ് എന്നുള്ളിടത്ത് 65 ക്രെഡിറ്റ് ആണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതിന്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ വീഡിയോ ജനറേറ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുവാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട പോലത്തെ ഇതാണ് ആ വീഡിയോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലിങ് AI പോലുള്ള ഏതെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ ആക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ക്വാളിറ്റി വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്തിപ്പോൾ നമുക്ക് വാട്ടർമാർക്ക് മാറ്റാൻ പറ്റത്തില്ല, സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പിൽ നിന്ന് വല്ലതും കയറുന്നവർക്ക് നമുക്ക് ക്രോം എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് ഏതെങ്കിലും ഡൗൺലോഡർ വെച്ച് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി വീഡിയോ. ഞാനിപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തതാണ് വാട്ടർമാർക്ക് ഇല്ലാതെ. അപ്പോൾ ഇങ്ങനെ 4-5 വീഡിയോ നമുക്ക് ചെയ്തിട്ട് ഒരു സൗണ്ട് എഫക്റ്റും ആഡ് ചെയ്ത് നമുക്ക് ഒരു ഫുൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക.